9th സ്റ്റാൻഡേർഡ് മാത്സ് യൂണിറ്റ് 12 പ്രിസംസ്. ഇതിൻ്റെ 3-ാം പാർട്ട് വീഡിയോ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ വീഡിയോയിൽ പൊതുവായിട്ടുള്ള ഇക്വേഷൻസിനെ പറ്റിയൊക്കെ പറയലായിരുന്നു. രണ്ടാമത്തെ വീഡിയോയിൽ 200 പേജിലെ ക്വസ്റ്റ്യൻ ആൻസറാണ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് 203 അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ്. 203, 204 അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സാണ്. The base of a prism is an equilateral triangle of perimeter 12 centimeters and its height is 5 centimeters. What is its total surface area? Total surface area കാണാൻ വേണ്ടിയിട്ട് lateral surface ഏരിയൻ്റെ കൂടെ, അതായത് ഉപരിതല പരപ്പളവ് കാണുമ്പോൾ പാർശ്വതല പരപ്പളവിൻ്റെ കൂടെ 2 ബേസ് ഏരിയ ആഡ് ചെയ്യണം. ക്വസ്റ്റ്യനിൽ നമുക്ക് ആദ്യം തന്നിട്ടുള്ളത് പെരിമീറ്റർ ആണ്. പെരിമീറ്റർ ഓഫ് ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ അതിന് 3 സൈഡ് ഒരുപോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സൈഡ് 4 സെൻറ്റിമീറ്റർ ആണ് കിട്ടുക. ഹൈറ്റ് 5 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. LSA ഈക്വൽ ടു പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ അത് 12 തന്നിട്ടുണ്ട്. 12 ഇൻറ്റു 5 60 സെൻറ്റിമീറ്റർ സ്ക്വയർ. ബേസ് ഏരിയ √3/4 A സ്ക്വയർ. √3/4 ഇൻറ്റു A സ്ക്വയർ 4 സ്ക്വയർ. √3/4 ഇൻറ്റു 4 സ്ക്വയറിന് 4 ഇൻറ്റു 4 എന്ന് മാറ്റി ചെയ്താൽ ഒരു 4 അങ്ങനെ കട്ടാവും, ഒരു 4 ബാക്കി ഉണ്ടാവും. അങ്ങനെ 4√3 ആണ് ആൻസർ വരിക. ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ ലാറ്ററൽ സർഫസ് ഏരിയൻ്റെ കൂടെ 2 ടൈംസ് ബേസ് ഏരിയ ആഡ് ചെയ്യാം. ലാറ്ററൽ സർഫസ് ഏരിയ 60 എന്ന് കിട്ടിയിട്ടുണ്ട്. 2 ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 4√3, 60 + 8√3. അതിനെ ഇനി നമുക്ക് 68√3 എന്ന് എഴുതാൻ പറ്റില്ല. 8√3 എന്ന് പറയുമ്പോൾ 8 ഇൻറ്റു 1.73 കണ്ടിട്ട് ആ ആൻസറും 60യും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇത്ര വരെ വെച്ചാൽ മതി ആൻസർ. Question number 2. Two identical prisms with the right triangles as bases are joined to form a rectangular prism as in the picture below. The right triangular prism ആണ്. അതായത് നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ മൂലയ്ക്ക് കൂടെ ഡയഗണലിലൂടെ കട്ട് ചെയ്ത ഒരു ഫിഗറാണ് ഇവിടെ ഉള്ളത്. ഇങ്ങനെയുള്ള രണ്ടെണ്ണം ചേർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഒരു റെക്റ്റാങ്കുലർ പ്രിസം ഉണ്ടാക്കുന്നു. നമുക്കറിയാം ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്കിവിടെ ഇങ്ങനെ ഒരു പീസ് ഇതേപോലത്തെ ഒരു പീസും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് പ്രിസമായിട്ട് മാറും. വാട്ട് ഈസ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ റെക്റ്റാങ്കുലർ പ്രിസം എന്നാണ്. റെക്റ്റാങ്കുലർ പ്രിസത്തിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ ആദ്യം നമ്മൾ എന്ത് കാണണം, പെരിമീറ്റർ കാണണം. പെരിമീറ്റർ കണ്ടിട്ട് പിന്നെ ലാറ്ററൽ സർഫസ് ഏരിയ കാണണം, പിന്നെ ബേസ് ഏരിയ കാണണം. ലാറ്ററൽ സർഫസ് ഏരിയ + 2 ബേസ് ഏരിയ കണ്ടാലേ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ പറ്റൂ. ഉപരിതല പരപ്പളവ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇപ്പോൾ തന്നിരിക്കുന്നത് ചതുരത്തിൻ്റെ മുഖം വരുന്നതാണ്. അപ്പോൾ ചതുരത്തിൻ്റെ മുഖം വരുന്ന സ്തംഭമാണ് ചതുരസ്തംഭം എന്ന് പറയും. അപ്പോൾ അതിൻ്റെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ചുറ്റളവ് ഗുണിക്കണം ഉയരമാണ് നമുക്ക് പാർശ്വതല പരപ്പളവ് കിട്ടുക. അതിൻ്റെ കൂടെ 2 പ്രാവശ്യം അതിൻ്റെ പാദ പരപ്പളവും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ അതിനാദ്യം നമുക്ക് തന്നിരിക്കുന്ന മെഷർമെൻറ്റ് നോക്കുക. ട്രയാങ്കുലർ പ്രിസത്തിൻ്റെത് L എന്ന് പറയുന്നത് നമ്മുടെ താഴത്തെ ഭാഗം തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈ സൈഡ് 12, അപ്പോൾ അതാണ് ഇതവിടെ വരിക 12 എന്ന്. ഈ 12 ആണ് ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് അതിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ സൈഡ് വരിക. ഇവിടെ 12ഉം ഇവിടെ 5 എന്നും വരും. ഇപ്പോൾ റെക്റ്റാങ്കുലർ പ്രിസം ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ലെങ്ത്ത് 12ഉം ബ്രെഡ്ത്ത് 5ഉം ഹൈറ്റ് 15ഉം ആയിരിക്കും. LSA കാണാൻ ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ്. റെക്റ്റാങ്കിളിൻ്റെ ഷേപ്പ് ആകുമ്പോൾ പെരിമീറ്റർ കാണാൻ 2 ഇൻറ്റു L + B ആണ്. അത് ഇൻറ്റു ഹൈറ്റ് 2 ഇൻറ്റു L 12 ആണ്. 12 + B 12 + 5 ഇൻറ്റു 15 വരും. 12 + 5 എന്ന് പറയുമ്പോൾ 17 ആണ്. 12ഉം 15ഉം ആഡ് ചെയ്യുമ്പോൾ 17 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 34 വരും. 34 ഇൻറ്റു 15 510 വരും. അതാണ് ലാറ്ററൽ സർഫസ് ഏരിയ. ബേസ് ഏരിയ L ഇൻറ്റു B 12 ഇൻറ്റു 5 = 60 സെൻറ്റിമീറ്റർ സ്ക്വയർ. ടോട്ടൽ സർഫസ് ഏരിയ = ലാറ്ററൽ സർഫസ് ഏരിയ + 2 ബേസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഉപരിതല പരപ്പളവാണ്. ഉപരിതല പരപ്പളവ് കാണാൻ പാദ പരപ്പളവ് 2 പ്രാവശ്യവും കൂട്ടണം. അതിൻ്റെ കൂടെ പാർശ്വതല പരപ്പളവും കൂടെ കൂട്ടണം. പാർശ്വതല പരപ്പളവ് + 2 പാദ പരപ്പളവ് ടോട്ടൽ 630 ആണ് ആൻസർ വരിക. ഇവിടെ ഇപ്പം LSA നമുക്ക് 510 കിട്ടിയിട്ടുണ്ട്. 2 ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 60 ആണ്. 2 ഇൻറ്റു 60 എന്ന് പറഞ്ഞാൽ 120 കിട്ടും. 120 ആഡ് ചെയ്യുമ്പോൾ 360 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ആൻസർ വരിക. The base of a prism is a triangle with the sides of 4 cm, 13 cm and 15 cm and its height is 25 cm.
കാൽക്കുലേറ്റ് ഇറ്റ്സ് ലാറ്ററൽ സർഫസ് ആൻഡ് ടോട്ടൽ സർഫസ് ഏരിയ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് സാധാരണ ട്രയാങ്കുലർ പ്രിസം മാത്രമാണ്, ത്രികോണ സ്തംഭം. അതിൻ്റെ ഫേസസ് ഒക്കെ മാറ്റാൻ ഈക്വൽ ട്രയാങ്കിൾ ഒന്നുമല്ല, എല്ലാ സൈഡും വ്യത്യസ്തമായിട്ടുള്ളതാണ്. അങ്ങനെ വരുന്നതിൻ്റെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഹെറോൺസ് ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. അത് നമ്മൾ S = 4 + 13 + 15 എല്ലാ സൈഡും ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 32/2 എന്ന് പറയുമ്പോൾ 16 കിട്ടും. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എല്ലാ സൈഡും ആഡ് ചെയ്തതാണ്, അപ്പോൾ 32 എന്ന് കിട്ടും. LSA കാണാൻ വേണ്ടിയിട്ട് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ്. പെരിമീറ്റർ 32 എന്ന് കിട്ടിയിട്ടുണ്ട്, അതിന് ഹൈറ്റ് 25 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 800 cm² കിട്ടും. ബേസ് ഏരിയ കാണാൻ വേണ്ടിയിട്ട് √S × S - A × S - B × S - C ആണ്. S എന്ന് പറയുന്നത് 16 ആണ്. S എന്ന് പറയുമ്പോൾ പെരിമീറ്ററിന് /2 ആണ്. പെരിമീറ്റർ /2 16 × 16 - 4 16 - 13 16 - 15. ഇവിടെ 16 തന്നെ വരും. 16 - 4 12 വരും. 16 - 13 3 വരും. 16 - 15 1 വരും. ഈ 16 എന്ന് പറയുമ്പോൾ 4 × 4 എന്ന് മാറ്റി എഴുതാം. 12 എന്ന് പറയുമ്പോൾ 4 × 3 എന്ന് മാറ്റി എഴുതാം. 6 × 2 പറ്റും, പക്ഷേ 6ഉം 2ഉം റൂട്ട് ഇല്ലാത്ത നമ്പറാണ്. 12ന് നമ്മൾ എപ്പോഴും 4 × 3 ആണ് എടുക്കേണ്ടത്, കാരണം 4 റൂട്ടുള്ള നമ്പറാണ്. പിന്നെ ഇവിടെയുള്ള 3 × 1 3ഉം ഉണ്ട്. ഇനി ഈ രണ്ട് 4ൽ ഒരു 4 പുറത്തേക്ക് വരും. ഈ രണ്ട് 4ൽ ഒരു 4 പുറത്തേക്ക് വരും. ഈ 4ൻ്റെ 2 × 2 ആണ്, അതിലൊരു 2 പുറത്ത് വരും. ഈ 3 × 3ൻ്റെ ഒരു 3 പുറത്ത് വരും. അങ്ങനെ ഇതെല്ലാം കൂടെ ഇൻറ്റു ചെയ്താൽ 24 കിട്ടും. ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ ലാറ്ററൽ സർഫസ് ഏരിയൻ്റെ കൂടെ 2 ടൈംസ് ബേസ് ഏരിയ ആണ് ആഡ് ചെയ്യാം. 800 + 2 × 24 വരും. 800 + 48 848 cm² ആണ് നമ്മുടെ ആൻസർ വരിക. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആണ്, പക്ഷേ ഈസിയാണ് ആൻസർ. ദ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ പ്രിസം വിത്ത് ബേസ് ആൻഡ് ഈക്വലേറ്റഡ് ട്രയാങ്കിൾ ഈസ് 120 cm². ലാറ്ററൽ സർഫസ് എന്ന് പറയുന്നത് ഈക്വലേറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ അതിന് 3 ലാറ്ററൽ ഫേസ് ആണ് ഉണ്ടാവുക. പുറമേ കാണുന്ന ട്രയാങ്കിൾ ഷേപ്പിന് 3 ലാറ്ററൽ ഫേസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ലാറ്ററൽ ഫേസ് 3 ഉണ്ടാവും. നമുക്കിവിടെ ചോദിക്കുന്നത് വാട്ട് ഈസ് ദ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ പ്രിസം വിത്ത് ബേസ് എ റോംബസ് മെയ്ഡ് ബൈ ജോയിനിങ് 2 സച്ച് ട്രയാങ്കുലർ പ്രിസം. നമ്മൾ ഇപ്പോഴെന്ത് ചെയ്യണം? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഈക്വൽ ട്രയാങ്കുലർ പ്രിസം 2 എണ്ണം ചേർത്ത് വെച്ച് റോംബസ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്തായിരിക്കും? നമ്മളൊരു ക്വസ്റ്റ്യനിൽ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ഈക്വൽ ട്രയാങ്കുലർ പ്രിസം തന്നിട്ടുണ്ട് 120. അതിന് 3 ഫേസാണ് ഉണ്ടാവുക. ട്രയാങ്കുലർ പ്രിസത്തിന് 3 ഫേസ് എങ്ങനെയാണ് ഉണ്ടാവുക? നമ്മളിപ്പോൾ ചിത്രം വരികയാണെങ്കിൽ ഈക്വലേറ്റഡ് ട്രയാങ്കിളിൻ്റെ ഇതാണ് ഈക്വലേറ്റഡ് ട്രയാങ്കിളിൻ്റെ പ്രിസം, ഈ ഒരെണ്ണം മാത്രം. അപ്പോൾ ഈ സൈഡ് വരുന്ന ഒരു സൈഡ് ബാക്കിലുണ്ടാവും, പിന്നെ ഒന്ന് ഇവിടെയുണ്ട്, പിന്നെ ഒന്ന് ഈ സൈഡിൻ്റെ ബാക്കിലും ഉണ്ടാവും താഴോട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴോട്ട് വരുന്നത് ഒന്നുണ്ടാവും, 1 2 3 സൈഡ് ഉണ്ടാവും. അപ്പോൾ 3 സൈഡും കൂടെ ആഡ് ചെയ്തപ്പോഴാണ് 120 കിട്ടിയത്. അപ്പോൾ ഒരു സൈഡിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 40 ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ 2 എണ്ണം ചേർത്ത് വെക്കുമ്പോൾ ഇതെന്തായിട്ട് മാറും? റോംബസ് ആയിട്ട് മാറും. എല്ലാ സൈഡും സെയിം ആയിരിക്കും. അപ്പോൾ ആ റോംബസ് ആകുന്ന സമയത്ത് നമ്മുടെ ഈ സൈഡിനോട് ഇത് ജോയിൻ ചെയ്തു. അപ്പോൾ ഇവിടെ ഇപ്പോൾ 2 സൈഡുകളിൽ ഇതും മാത്രമേ ഉള്ളൂ, ഇതും ഇതിൻ്റെ ബാക്കിലെത്തതും, പിന്നെ 2 എണ്ണം ജോയിൻ ചെയ്തു. അപ്പോൾ അതിന് സൈഡ് മാറിയിട്ട് 4 സൈഡാണ് ഉണ്ടാവുക. 4 ഫേസസ് ആണ് ഉണ്ടാവുക. അപ്പോൾ റോംബസിൻ്റെ കാണുമ്പോൾ അതിൽ 4 ഫേസസ് ഉണ്ടാവും. 4 ഫേസ് എന്ന് പറയുമ്പോൾ 4 × ഒരു ഫേസിന് 40 ആണ്, അപ്പോൾ 160 വരും. ഐസോസ്ലെസ് ട്രപ്പീസിയം ആകുമ്പോൾ അത് ഒരെണ്ണം കൂടെ ഒരു ഈക്വൽ ട്രയാങ്കിളൂടെ അതിൻ്റെ കൂടെ പേസ്റ്റ് ചെയ്തു. അപ്പം നിങ്ങൾ ഓർമ്മിക്കേണ്ടത്, നമ്മൾ ഈക്വലേറ്റഡ് ട്രയാങ്കുലർ പ്രിസം എടുത്തു, 2 എണ്ണം എടുത്തു, 2 എണ്ണം ചേർത്തൊട്ടിച്ചു. 2 എണ്ണം ചേർത്തൊട്ടിച്ചാൽ അപ്പോൾ 4 ഫേസേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരെണ്ണം കൂടെ ചേർത്തൊട്ടിച്ചു, അപ്പോൾ ഒരു 5 ഫേസേ ഉണ്ടാവുള്ളൂ. അത് ഐസോസ്ലെസ് ട്രപ്പീസിയം ആയിരിക്കും. ഇപ്പം നമ്മൾ 1 2 3 ഈക്വൽ ട്രയാങ്കുലർ പ്രിസം ഒട്ടിച്ച രീതിയാണ്. അതിൻ്റെ 1 ഈ ഫേസ് വരും, 2 പിന്നെ ഇതിൻ്റെ ബാക്കിലെത്തത്, 1 അപ്പുറം വരുന്നത്, ഇതിൻ്റെ താഴെ വരുന്നത്, അങ്ങനെ 5 ഫേസ് ഉണ്ടാവുക. 1 ഈ വരേൻ്റെ നേരെ താഴെ, 1 ഈ വരേൻ്റെ താഴെ, 1 ഈ വരേൻ്റെ താഴെ, 1 ഈ വരേൻ്റെ താഴെ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഫേസ് ഉണ്ടാവുക. അപ്പോൾ 5 ഫേസാണ്. റെഗുലർ ഹെക്സഗൺ ആകുമ്പോൾ അതിന് 6 ഫേസസ് ഉണ്ടാവും. ഹെക്സഗണിൻ്റെ ഫിഗർ എടുക്കുമ്പോൾ 6 ഈക്വലേറ്റഡ് ട്രയാങ്കുലർ പ്രിസമാണ്. 6 സമഭുജ ത്രികോണ സ്തംഭങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഒരു ഷഡ്ഭുജമാണ് ഉണ്ടാക്കുന്നത്. അതിന് 6 ഫേസസ് ഉണ്ടാവും. 6 മുഖങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ എന്ത് വരും? നമുക്ക് ഒരെണ്ണം കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് 6 എണ്ണമാണ് അല്ലേ?
1 2 3 4 5 6 ഇത് ഉണ്ടാവും ഇത് ബേസാണ്. പക്ഷെ നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ താഴോട്ട് 1 2 3, ഇതിൻ്റെ താഴോട്ട് 4, ഇതിൻ്റെ താഴോട്ട് 5, ഇതിൻ്റെ താഴോട്ട് 6 ഫേസ് ഉണ്ട്. അപ്പോൾ 6 × 40 അങ്ങനെ 240 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിൻ്റെ ആൻസർ കിട്ടുക. 6 sheets of metal, each square or side 10 centimeter are joined to make a cube. What is the total surface area? സർഫസ് ഏരിയ കാണാൻ 6 × a² വരും. ക്യൂബാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഏരിയ കണ്ടിട്ട് 6 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ഹൗ മച്ച് വാട്ടർ ക്യാൻ ഇറ്റ് കണ്ടെയ്ൻ? ഇതിൽ എത്ര വെള്ളം കൊള്ളും? ഒരു സൈഡ് 10 ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫേസിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ 10 × 10 100 സെൻറ്റിമീറ്റർ സ്ക്വയർ വരും. അപ്പോൾ TSA എന്ന് പറയുമ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ അതിന് 6 മുഖങ്ങളാണ് ഉള്ളത്, 6 ഫേസസ് ഉണ്ട്. ഒരു ഫേസിൻ്റെ 100 ആയതുകൊണ്ട് 6 ഫേസിൻ്റെ 600 ആണ് വരിക. വോളിയം ഓഫ് ക്യൂബ് എന്ന് പറയുമ്പോൾ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ ഒരു ഫേസിൻ്റെ ഏരിയ 100 ആണ്. അതിൻ്റെ ഹൈറ്റ് ക്യൂബ് ആകുമ്പം അതിൻ്റെ ഫേസിൻ്റെ സൈഡ് തന്നെയാണ് അതിൻ്റെ ഹൈറ്റും വരിക. ഹൈറ്റും സൈഡും ഒക്കെ സെയിം ആയിരിക്കും. അപ്പോൾ 100 × 10 എന്ന് പറയുമ്പോൾ 100 സെൻറ്റിമീറ്റർ സ്ക്വയർ വരും. അതിന് നമ്മൾ സെൻറ്റിമീറ്റർ ക്യൂബ്, വോളിയത്തിൻ്റെതാണ് സെൻറ്റിമീറ്റർ ക്യൂബ്, അതിന് നമുക്ക് 1000 ml എന്ന് പറയാം. 1000 ml എന്ന് പറയുമ്പോൾ 1 ലിറ്റർ ആണ്. അപ്പം നമുക്കതിൻ്റെ ആൻസർ 1 ലിറ്റർ ആണ് വരിക. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത വീഡിയോക്ക് വരുമ്പോഴേക്കും ബൈ.